കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മലയാള ചലച്ചിത്രലോകം വിവാദങ്ങളുടെ കൊടുങ്കാറ്റിൽ ആടിയുലയുകയാണ്. താരങ്ങളും സംവിധായകരും ഉൾപ്പെടെ വലിയൊരു വൻനിര തന്നെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. ഇതോടൊപ്പം ചില നടിമാരുടെ വെളിപ്പെടുത്തലിൽ സിദ്ദിഖ് ഉൾപ്പെടെയുള്ള മുൻനിര നായകന്മാരും കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. സിദ്ദിഖിനെതിരെയുള്ള യുവനടിയുടെ ആരോപണത്തെ തുടർന്ന് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരുന്നു. സിദ്ദിഖിനോടൊപ്പം ആരോപണ വിധേയനായ രഞ്ജിത്തും ഇന്നലെ രാജി സമർപ്പിച്ചിരുന്നു. ഒരു വിഭാഗം താരങ്ങൾ സിദ്ദിഖിനെ സംഘടനയിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. നടനും അമ്മയുടെ ഭാരവാഹിയുമായ ജഗദീഷിന്റെ നേതൃത്വത്തിൽ ഇരകൾക്കൊപ്പം നിൽക്കണമെന്നാവശ്യമായി ഒരു വിഭാഗം തന്നെ അമ്മയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. സമീപ ഭാവിയിൽ തന്നെ ഇവർ സമാന്തര സംഘടന രൂപീകരിക്കുമെന്നാണ് വിവരം. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് നടൻ സിദ്ദിഖ് രാജിവെച്ചതിൽ രാഷ്ട്രീയ ചേരിതിരിവും രൂപപ്പെട്ടിട്ടുണ്ട്. നടന്മാരായ ജയസൂര്യ, ഇടവേള ബാബു, മുകേഷ്, മണിയൻ പിള്ളരാജു തുടങ്ങിയവർക്കെതിരെയും ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ മലയാള സിനിമാ മേഖല ഇന്ന് പ്രതിസന്ധിയിലാണ്. ഓരോ ദിവസം കഴിയുന്തോറും വെളിപ്പെടുത്തലുമായി നടികൾ രംഗത്തെത്തുമ്പോൾ മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരടക്കം കുരുക്കിൽപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അമ്മ സംഘടനയിൽ പിളർപ്പുണ്ടായിരിക്കുകയാണ്. ഇരയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു പക്ഷവും വേട്ടക്കാരുടെ ഭാഗത്ത് നിൽക്കുന്ന മറ്റൊരു പക്ഷവും അമ്മ സംഘടനയിലുണ്ട്. ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളെയും മലയാള ചലച്ചിത്ര മേഖലയും സാരമായി ബാധിക്കുന്നുണ്ട്. ആരോപണ വിധേയരായവരെ സംഘടനയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യമുയർന്ന പശ്ചാത്തലത്തിൽ അമ്മയ്ക്ക് സമാന്തരമായി മറ്റൊരു സംഘടന രൂപീകരിക്കാനുള്ള സാധ്യതയും വിദൂരമല്ല.